വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന Spectra Decore ആണ്. WPC ഉപയോഗിക്കുന്നത് ശരിക്കും Schalewood WPC ആണ്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നമസ്കാരം. ഇന്നത്തെ വീഡിയോ പേഴ്സണലാണ് കേട്ടോ. അതായത് എൻ്റെ വീട് ആനന്ദം സീരീസ് എല്ലാം തന്നെ പേഴ്സണലാണ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏത് പ്രോഡക്റ്റ് ഇട്ട് ചെയ്യുന്നു, ആര് ചെയ്യുന്നു, ഇത് രണ്ടുമാണല്ലോ പ്രധാനം. ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് WPC ആണ്. അവനൊരിക്കൽ ലൈവിൽ പറഞ്ഞിരുന്നു, അതുപോലെ ലൈവിൽ തന്നെ പറഞ്ഞാണ് നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന Spectra Decore ആണ്. എൻ്റെ സുഹൃത്തായ ആഷാജി സുരേഷ് ചേട്ടൻ അവരുടെ ഫേമാണ്. അതിനായിട്ട് നിൽക്കുന്നത് തൃശ്ശൂരാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഇട്ട് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ WPC ഉപയോഗിക്കുന്നത് ശരിക്കും Schalewood WPC ആണ്. ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡെൻസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്. പലരും ചോദിച്ചിട്ടുണ്ട്, പ്ലൈവുഡിനെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് WPC എഴുതുന്നത്? അതിന് റീസൺ ഉണ്ട്, ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് PO ഫിനിഷ് പെയിൻ്റാണ്. അതുകൊണ്ടാണ് WPC തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 സെഷനായിട്ടാണ് പോവുക. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കും, ദെൻ വീട്ടിൽ അത് അടിക്കുന്ന സമയത്ത് രണ്ടാമത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അതെങ്ങനെ, എപ്പോഴും പലരും ചോദിക്കാറുണ്ട് വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ ഹാൻഡ് വർക്ക് ചെയ്യണോ അതോ നമ്മളൊരു പ്രസ്സിങ് യൂണിറ്റ് കൊണ്ടുപോയി തന്നെ ചെയ്യണോ? തീർച്ചയായിട്ടും അത് തന്നെ വേണം. അതിനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. എൻ്റെ വീട് ആനന്ദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ആഷാജി ഉണ്ട്, വൈഫ്, മോള്, സുരേഷ് ചേട്ടൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നേ, അതായത് ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം വരുന്നൊരു സാധനമാണല്ലോ നമ്മുടെ, അതായത് മെഷീനിൽ വരുന്ന പ്രസ്സിങ്, അതായത് ഒരു ഇതിൽ യൂണിറ്റിൽ വരുന്ന വർക്കുകൾ. പല ആൾക്കാർക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കും 2 രീതിയിലാണ് സംശയം. ഒന്ന്, ഇത് യൂണിറ്റിൽ തന്നെ ചെയ്യണോ? ഹാൻഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കാർപ്പൻറ്റർ ചേട്ടന്മാർ സൈറ്റിലിട്ട് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ ഫുള്ള് വർക്ക് ചെയ്തല്ലേ വരിക? അതെ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫാക്ടറി മേക്കിംഗ് ആണ്. ചില മാനുവൽ വർക്ക് മാക്സിമം ഒഴിവാക്കുക. കംപ്ലീറ്റ് ആയിട്ട് മെഷീനറീസിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആക്യുറസി, ഫിനിഷിങ്, ടൈമിങ് ഇതെല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാം ആ ഒരു കറക്റ്റ് ടൈമിൽ തീരാനും കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. അതിലിതാ പ്രസ്സിംഗ് മെഷീൻ. അതെ. പ്രസ്സിംഗ് മെഷീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100 ടണ്ണിന്റെ പ്രസ്സിംഗ് മെഷീൻ ആണ്. അതായത് ഇതിലൊരു 4 to 6 hours ആണ് നമ്മൾ ഇതിൽ പ്രസ്സിംഗ് ഇടുക. അറ്റ് എ ടൈം ഒരു 45 numbers നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം രാത്രി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ എടുക്കാൻ മാത്രമല്ല, ഒരു ദിവസം 2 തവണ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്നത് D3 ഗ്രേഡ് ആണ്. D3 ഗ്രേഡ്, ജോവാട്ട്, ഹെൻഗലി, 2 കമ്പനിയുടെ ഗം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. അപ്പൊ അതെന്താ വെച്ചാൽ ഏറ്റവും മോയ്സ്ചർ കണ്ടന്റ് കുറവുള്ള ഒരു ഗമ്മാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊള്ളക്കല് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും, ഡീലാമിനേഷൻ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഇതാണ് വെച്ചാൽ മാനുവലി പ്രസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഒന്ന് സമയത്തിന്റെ പ്രശ്നം, 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി. ഇപ്പോൾ ഹീറ്റെക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗമ്മുകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഡീലാമിനേഷനുള്ള ചാൻസ് ഭയങ്കര കൂടുതലല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള മെഷീൻ പ്രസ്സിലുള്ള ഈ ഗമ്മാണെങ്കിലും മെഷീനിൽ പ്രസ് ചെയ്യുന്നത് കൊണ്ടും ഡീലാമിനേഷനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല ഇത് കോസ്റ്റ് വൈസും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോ ഏകദേശം മാനുവലി ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് പ്രസ് ചെയ്തെടുക്കാൻ ഏകദേശം 1000 rupees-ഓളം വരും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 350 rupees ഉണ്ടെങ്കിൽ ബോത്ത് സൈഡ് നമുക്ക് ലാമിനേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അവർ വ്യത്യാസം. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വൈഫ് എൻ്റെ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, പുള്ളിക്കാരത്തി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു, അതായത് നമ്മുടെ പോലെ കാണുന്ന ഒരാളല്ല, സാധാരണക്കാർ കാണുമ്പോഴത്തേക്ക് അപ്പോൾ ആളോട് തന്നെ പെട്ടെന്ന് ചോദിക്കാം, ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു വർക്ക് ചെയ്യുന്ന കാര്യം വരുമ്പോഴത്തേക്ക് ഇല്ല. അതാണ് പറഞ്ഞത്. അതായത് നോർമലി ഒരാൾ ഇപ്പൊ എന്റെ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ടാണ് പെട്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഏതൊരു ക്ലയന്റ് ആണെങ്കിലും നമ്മൾ എൻ്റർ ഡീറ്റെയിൽസ്, ഇപ്പൊ എന്താണ് നമ്മളുടെ പ്രോസസ്സ്, ഇപ്പൊ ഫാക്ടറിയിൽ എങ്ങനെയാണ്, ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും തന്നെ വെൽക്കം ചെയ്യാറുണ്ട് ഫാക്ടറിയിലേക്ക്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസ്സിംഗ് ആണെങ്കിലും എഡ്ജ് ബാൻഡിങ് ആണെങ്കിലും, അതെ എഡ്ജ് ബാൻഡിങ് ആണെങ്കിലും അതുപോലെ പാനൽസോ കട്ടിംഗ് ആണെങ്കിലും ബോറിംഗ് ആണെങ്കിലും എല്ലാം
അവർക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന്. രണ്ടാമത് അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് അവർക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാനും ആ ഒരു കോൺഫിഡൻസോട് കൂടി ഇരിക്കാനും നമുക്ക് പറ്റും. ഇതിൽ പെട്ടെന്ന് ഇത് കൺവേ ചെയ്യുന്ന ഒരു സാധനം ഒന്ന്, ഇത് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ഏറെക്കുറെ അറിയുന്ന ഒരാളാണ് ഞാൻ. ഇതിനെക്കുറിച്ച് ഇപ്പം വൈഫിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി, പെട്ടെന്ന് നമുക്ക് ഒരു ഇത് കിട്ടും. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, ഇതിപ്പം മെഷീനറീസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ മെറ്റീരിയൽ, അതായത് പലരും ചില ആൾക്കാർ ഓരോ പ്രോഡക്റ്റ് മാത്രമേ ചെയ്യൂ. അപ്പം നിങ്ങൾ ഇവിടെ ഏതൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് മെറ്റീരിയൽസ് കസ്റ്റമർക്ക് കൂടുതലും മറൈൻ പ്ലൈ ആണ്, ഒരു 95% മറൈൻ പ്ലൈ ആണ്. പിന്നെ WPC ആണ്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു മെറ്റീരിയല്. പിന്നെ മൾട്ടിവുഡ്. ഈ ഒരു 3 കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. HDF MDF നിങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മളത് ചെയ്യാറും അധികം വളരെ റയർലേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് 2 സൈഡിൽ ലാമിനേറ്റ് ചെയ്യുന്നു. പലരും ചോദിക്കാറുണ്ട്, ഇത് ലൈനർ ലാമിനേറ്റ് ആണ്, ഇൻസൈഡ് ലാമിനേഷൻ വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ കളർ, ഇപ്പോൾ വുഡ് ഗ്രെയിൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ലാമിനേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 16 mm ഇതിൽ പ്രസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനി എഡ്ജ് വാൻഡിങ്ങിന് കയറും അല്ലേ? ഈ സൈഡ് എഡ്ജ് വാൻഡ് ചെയ്ത് ആണ് നേരെ ബോറിങ്ങിലേക്ക് പോകും. ഇതാണ് ചെയ്യുന്നത്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അറിയാനായിട്ടുള്ള ഇത് എന്റെ പ്രോഡക്റ്റ് അവർ കാണുന്നുള്ളൂ. അതെ എന്റെ പ്രോഡക്റ്റ് ആണ് കാണുന്നത്. എന്ത് ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല. ഇത് എനിക്ക് തോന്നുന്ന വെളിയിൽ നിന്നുള്ള മെഷീൻസും അതിന്റെ ടെക്നോളജീസും ഒക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് നമ്മളുടെ പുതിയ ഫാക്ടറിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം ഇവിടെ നിങ്ങൾ മാറാണ്. നെക്സ്റ്റ് മന്ത് നമ്മൾ മാറാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു കസ്റ്റമർക്കാണെങ്കിലും അവരുടെ പ്രോസസ്സ് എവിടെ എത്തി, എങ്ങനെയാണ് ഡെസ്പാച്ചിങ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുള്ളത് അവർക്ക് അവിടെ ഇരുന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇവർ തുടങ്ങിയത് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫാക്ടറി എത്ര വർഷം, 6 വർഷം 7 വർഷം എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നുണ്ട്? ഇപ്പൊ 6ാമത്തെ വർഷമാണ് ഓൺ ഫാക്ടറി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നുന്ന ടൗണിലേക്ക് മാറുകയാണ് അല്ലേ? ഇനിയിപ്പോ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് WPC ആണ്, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്. സുരേഷേട്ടനുണ്ട് ഇവിടെ. സുരേഷ് ചേട്ടാ, അപ്പോൾ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നത് വൈഫ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടാണ് എത്തിച്ചത്. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ജോയിച്ചേട്ടൻ നമ്മുടെ സ്കെയിൽവുഡിൻ്റെ WPC ആണ് ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ടുണ്ടോ? ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടോ? അതെ പ്രശാന്തിയുടെ, അതായത് നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള വീട്ടിൽ ഈ സാധനം തന്നെ എടുത്തിരിക്കുന്നത്. അവിടെ കൊണ്ട് അട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കട്ടിങ് തുടങ്ങി അല്ലേ? കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് നോർമലി ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തേലും, അതായത് പ്ലൈവുഡ് WPC, പല ആർക്കും സംശയമുള്ള ഒന്ന് പ്ലൈവുഡ്, അതുപോലെ PVC WPC. ഇതിന് 3 ക്യാരക്ടർ ഉണ്ട്, 3 ക്വാളിറ്റിയാണ് വരുന്നത്, 3 ബിഹേവിയർ ആണ് വരുന്നത്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഞാനിത് എടുക്കാനായിട്ടുള്ള ഒറ്റ റീസൺ ലാമിനേഷൻ ആണ്. നമ്മളിത് PU പെയിന്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. MS-ന്റെ PU ഒരു കോമ്പിനേഷൻ ആണ്. പെയിന്റ് ഫിനിഷ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ മറൈൻ പ്ലൈ സജസ്റ്റ് ചെയ്യില്ല ആർക്കും. സബ്ട്രാക്ഷൻ കോൺട്രാക്ഷൻസ് ആ ഒരു പ്രശ്നം വരും, പൊള്ളക്കാനുള്ള ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ ബെൻഡിനുള്ള ഇഷ്യൂ കൂടുതലായിരിക്കും. കാരണം ഒരു സൈഡിൽ നിന്ന് അബ്സോർപ്ഷൻ കൂടുമല്ലോ, ഡയറക്ട്ലി വുഡ് ആയതുകൊണ്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റി അത് കാണിക്കുകയും ചെയ്യും. പെയിന്റ് ഫിനിഷ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക WPC തന്നെ ആയിരിക്കും. കാരണം അതാവുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പെയിന്റ് എടുത്ത് ഫിനിഷ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റി വൈസും ഏറ്റവും നല്ലത് WPC ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇവര് നമ്മൾ പലരും ചോദിക്കും, WPC ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതൊക്കെ കട്ടിങ്ങിന് ഇട്ടിരിക്കുന്നതാണ്, എളുപ്പത്തിൽ സൈറ്റിലിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതെന്തുകൊണ്ടാണ് നമ്മൾ സൈറ്റിൽ മാനുവലി കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും അതിന്റെ കോണ് എന്നൊക്കെ പറയുന്ന വേരിയേഷൻസ്, വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യില്ല. മാത്രമല്ല നമ്മൾ ഇതിൽ ബോറിങ്ങിലാണ് ചെയ്ത് മിനിഫിക്സിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേ. അപ്പൊ അത്യാവശ്യം വരുന്നിടത്ത് മാത്രമേ സ്ക്രൂയിങ് ഉള്ളൂ. സോ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് അലൈൻമെന്റിൽ ഇപ്പോൾ ഷട്ടർ കറക്റ്റ് ആയിട്ട് ഫിനിഷിംഗ് മാത്രമേ ഉള്ളൂ പെയിന്റ്. ബാക്കി എല്ലാം ഫാക്ടറിയിൽ തന്നെ മേക്ക് ചെയ്ത് സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടാണ് പെയിന്റിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ എന്തെങ്കിലും ഒരു അലൈൻമെന്റോ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും പെയിന്റ് ആവുമ്പോൾ. ഇതാവുമ്പോഴത്തേക്കും നമുക്ക് കട്ടിങ് പെർഫെക്റ്റ് ആയിരിക്കും, ഒരു പ്രോബ്ലം വരില്ല. അത് കമ്പ്യൂട്ടർ കട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു അളവ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. മാനുവൽ കട്ടിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല, വളരെ ആക്യുറേറ്റ് ആയിരിക്കും. ഇത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും ബാക്ക് പാനൽ ഇടാനുള്ള ഗ്രൂ എല്ലാം ഗ്രൂ അടക്കം
എല്ലാം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അടക്കം വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അവിടെ വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിന് ചെറിയ എറേഴ്സ് ഒക്കെ വരും. മാത്രമല്ല അത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല, അത്രയും സ്പീഡിലും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ വർക്ക് എടുത്തിട്ട് ഇപ്പോ രണ്ടാമത്തെ ദിവസം ആവണുള്ളൂ, ഓൾമോസ്റ്റ് നമ്മുടെ കഴിയാറായിട്ടുണ്ടല്ലേ. ഇവിടുന്ന് നേരെ പോകുന്നത് ഇത് മൾട്ടിവുഡ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, സോറി PVC ഉൾപ്പെടെ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? നോർമലി ക്വാളിറ്റി ഉള്ള എല്ലാ ബ്രാൻഡുകളും ക്വാളിറ്റി നോക്കിയിട്ട് ഏതാണോ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത്. യെസ്. ഇവിടുന്ന് നേരെ പോകുന്നത് ബോറിംഗിലേക്കല്ലേ? ബോറിംഗിലേക്കാണ്. ഇതാണ് മൾട്ടി ബോറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ഹിഞ്ചസ് ഹോളാണെങ്കിലും അതുപോലെ ഷെൽഫുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനൊക്കെ സ്ക്രൂവിന്റെ രീതിയിലാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി മിനി ഫിക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ്. അപ്പോൾ ആ ഒരു ഇത് ചെയ്യുന്നത് ഈ ഒരു മെഷീനിലാണ്. എല്ലാം മെഷീനറി ആയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടില്ലേ? ഓരോന്നിനും ഓരോ ബിറ്റ് കണ്ടോ? ഇതിനകത്തോട്ട് ഇത് കയറും, എന്നിട്ട് ആ ഹോള് ഇതിനിടയ്ക്ക് അത് ഇടും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയി എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊന്നും ഒരു എറേഴ്സ് ഉണ്ടാവത്തില്ല, അല്ല ഹ്യൂമൻ എറേഴ്സ് ഇല്ല. അല്ല, അതന്നെയാണ് ഇപ്പം ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി, ഈ പീസ് കൊണ്ടുവയ്ക്കുക, നേരെ അത് കംപ്ലീറ്റ് ആയിട്ട് ബോറിംഗ് എല്ലാം ചെയ്ത് അവിടെ അങ്ങനെയാണോ? പുതിയ മെഷീൻ അങ്ങനെയാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നമ്പർ കൂട്ടാൻ പറ്റും. ഇപ്പൊ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഇതിന്റെ ഒരു 10 ടൈംസ് എങ്കിലും കൂട്ടാൻ നമുക്ക് സാധിക്കും. യെസ്. ഇവിടെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു Schalewood WPC ആണ്. കൂടാതെ എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പറേ പറഞ്ഞ ആ ഒരു എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഇതിപ്പോ ഈ ഒരു ടേബിളിന്റെ ടോപ്പ് ഒക്കെ വരില്ലേ, ഡബിൾ തിക്ക് ഒക്കെ വരുന്നതിന്റെ ടോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അത് മെറൈൻ പ്ലൈ ആണ്. ഇതിന്റെ ആണ് ഈ പറയുന്ന പോലെയുള്ള ഹോളുകൾ ഇട്ട് വെച്ചേക്കുക. ആ സൈഡിൽ കാണാൻ പറ്റും ആ ഹോളുകളൊക്കെ ഇട്ട്. അവിടെ കണ്ടോ? ഇത് കണ്ടില്ലേ? ഹോൾ ഇട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ എഡ്ജ് ബാൻഡ് ഇതാണ് എഡ്ജ് ബാൻഡിങ് എന്ന് പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഈ സൈഡ് ഇതാണ്. അതായത് ഇത് തന്നെ നമുക്ക് ഇതിവിടെ അതേ ഡിസൈന് ഇവിടെ വരുന്നു. ഇത് PVC ആണ് എഡ്ജ് ബാൻഡ് വരുന്നത്. മാത്രമല്ല ഇത് പല തിക്നെസ് ഉണ്ട്. ഇതിപ്പോ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ 35 ആയിരിക്കും. അപ്പോൾ 45ന്റെ എഡ്ജ് ബാൻഡ് ഉണ്ട്, 22ന്റെ ഉണ്ട്, അങ്ങനെ പല വേരിയേഷൻസ് അനുസരിച്ചിട്ടുള്ള എഡ്ജ് ബാൻഡാണ് വരുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു കസ്റ്റമർക്ക് എപ്പോൾ വേണേ വന്ന് കാണാൻ പാകത്തിനുള്ള ഒരു സംഗതിയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അതിനകത്ത് നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു ജോബ് വർക്ക് കസ്റ്റമർക്ക് ചെയ്യണമെന്നുണ്ടാവും, ഏത് മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടാവും. ചിലപ്പോൾ അതിനായിട്ടുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടായെന്ന് വരത്തില്ല. ഇവർക്ക് വർക്ക് ചെയ്യാൻ വരുന്ന ഒരു കാർപ്പൻ്റർ ചേട്ടൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഡയറക്റ്റ് വന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് പോസിബിൾ അല്ല, കാരണം നമ്മുടെ ഓൺ വർക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പ്രൊഡക്ഷൻ ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ പുതിയൊരു ഫാക്ടറി കൺസെപ്റ്റ് പറഞ്ഞല്ലോ, ആ സമയത്ത് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് വിങ് തന്നെ ഇതുപോലെയുള്ള ജോബ് വർക്കുകൾ ചെയ്യാനുള്ള ഒരു വിങ് തന്നെ ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഏത് ആൾക്കാർക്ക് വേണ്ടുന്ന കട്ടിംഗ് ലിസ്റ്റ്, ഇൻസ്റ്റലേഷൻ ഡ്രോയിങ്, അതുപോലെ എവറിത്തിങ് ഇതുപോലെയുള്ള ജോബ് വർക്ക് എൻറ്റയർ നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് സൈറ്റിൽ ഡെലിവറി കൊടുക്കും. അതായത് എനിക്ക് തോന്നുന്നു ജൂൺ മാസം തൊട്ടെന്ന് കണക്കാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. മെയ് 10 കൂടിയിട്ട് നമ്മൾ ഇൻഫോസ് മാറുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് മെയ് പകുതി തൊട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് അല്ലേ? ഇത്ര തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ ഏത് ജോബ് വർക്ക് ചെയ്യുന്നതിന് വീട്ടുകാർക്ക് അവരുടേതായിട്ടുള്ളൊരു സംഗതി ഉണ്ടാകും. നിങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ ലാമിനേറ്റ് തിരഞ്ഞെടുക്കുക, അതിനുശേഷം 3D 2D കട്ടിംഗ് ലിസ്റ്റ് വർക്ക്, അതിന് ശേഷം സൈറ്റ് ഇൻസ്റ്റലേഷൻ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ടുള്ള സംഗതിയാണ്. സൈറ്റിലെ ഇൻസ്റ്റലേഷൻ ഇത് കഴിയുമ്പോഴത്തേക്കും കാണിക്കാം കേട്ടോ. എന്തായാലും സംശയമുണ്ടോ ഇതിനകത്ത്? എനിക്ക് മനസ്സിലായി. ഏകദേശം കിട്ടിയോ? ഒരു കസ്റ്റമർ ഞാനിവിടെ വരുന്നിടം വരെ ഇദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനിവിടെ ഒരുങ്ങി വന്നതിനെന്ന്. ഇവിടെ വന്നതിന് ഞാനിതിന് തുടങ്ങുമ്പം അത് ഏതൊരു പരിപാടി ഏത് വീഡിയോ എടുക്കുമ്പോഴും സത്യമായിട്ട് പറഞ്ഞ ഏത് വീഡിയോ തുടങ്ങുമ്പോഴും ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സീരിയസ്ലി ഞാനിവിടെ വന്നിട്ട് ഇതിവനോട് ചോദിച്ചാൽ മതി, നമ്മുടെ അക്ഷയ വീഡിയോ എടുക്കുന്നത് ചോദിച്ചാൽ ഞങ്ങളുടെ എല്ലാം ആ സ്പോട്ടിൽ എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് ചെയ്യുക ചെയ്യുന്നത്. കട്ടൊന്നും അധികം ഉണ്ടാവാറില്ല, അങ്ങ് അടിച്ചങ്ങ് പോകും, അത്ര തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നിടം വരെ ഇവർക്ക് അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. പക്ഷെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഏകദേശം കിട്ടിയില്ലേ? യെസ്, ഇതാണ് ഉദ്ദേശിച്ചത്. ഇനി സൈറ്റിലോട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണ്. ഡീറ്റെയിൽസ് ബാക്കിയുള്ള വിവരങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സംഗതിയിൽ കാര്യങ്ങൾ ചെയ്താൽ
വീടിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ടെൻഷൻ അനുഭവിക്കേണ്ടി വരത്തില്ല. ഇല്ല, മാത്രമല്ല ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇപ്പൊ ഇന്റീരിയർ ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടേന്നല്ല, ഏതെങ്കിലും ഒരു ഇന്റീരിയർ ഫാക്ടറിയോ അല്ലെങ്കിൽ പ്രൊഫഷണലി ചെയ്യുന്ന ഇന്റീരിയർ കൺസൾട്ടൻസിനെയോ മീറ്റ് ചെയ്ത് എന്താണ് അതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ, എങ്ങനെയാണ് അത് എന്താണ് ചെയ്യണേന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒന്ന് വന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ബോധ്യമുണ്ട്, അതെങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചും ബോധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ലൈവായിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഇത് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നുള്ളൂ. ആർക്കും അറിയുന്നില്ല. സൈറ്റ് വരുമ്പോൾ എല്ലാവർക്കും ഇത് വന്നപ്പോഴാണ് പറഞ്ഞു വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് സത്യം. ഞാൻ WPC എന്നൊക്കെ കേൾക്കുന്നത് തന്നെ അടുത്ത കാലത്ത്. ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ WPC എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതാണ്, ബാക്കി നമുക്ക് സൈറ്റിൽ കാണാം. അപ്പോൾ ആശാജി, സുരേഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.